മുംബൈ. മരക്കൊമ്പ് വീണ് ഗുരുതരമായി പരിക്കേറ്റ 49 വയസ്സുകാരിയുടെ ജീവൻ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ നഷ്ടപ്പെട്ടു. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിൽ നിന്നുള്ള ഛായാപുരവിനാണ് NH-48-ലുണ്ടായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ജീവൻ നഷ്ടമായത്. വീടിന് സമീപത്തെ മരത്തിൽ നിന്ന് കൊമ്പൊടിഞ്ഞു വീണ് ഛായയുടെ വാരിയെല്ലുകൾക്കും തോളുകൾക്കും തലയ്ക്കുമായിരുന്നു പരിക്കേറ്റത്. പാൽഘറിലെ ആശുപത്രിയിൽ ആവശ്യമായ സൗകര്യമില്ലാത്തതിനാൽ ഛായയെ മുംബൈയിലെ ഹിന്ദുജ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. 100 കിലോമീറ്റർ ആയിരുന്നു ഇരു ആശുപത്രികൾക്കുമിടയിലെ ദൂരം. സാധാരണയായി ഏകദേശം 2.5 മണിക്കൂർ യാത്രയ്ക്കായി വേണ്ടിവരും. ഛായയ്ക്ക് അനസ്തേഷ്യ നൽകി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ആംബുലൻസിൽ മുംബൈയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. NH-48-ൽ പ്രവേശിച്ചതും ആംബുലൻസ് ഗതാഗതക്കുരുക്കിൽ അകപ്പെടുകയായിരുന്നു. ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് 3 മണിക്കൂർ പിന്നിട്ടതോടെ അനസ്തേഷ്യയുടെ തോത് കുറയാൻ തുടങ്ങുകയും ഛായയ്ക്ക് വേദന അനുഭവപ്പെടുകയും ചെയ്തു. രാത്രി 7 മണിയോടെ ഹിന്ദുജ ആശുപത്രിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള മീര റോഡിലുള്ള ഓർബിറ്റ് ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിച്ചു. ഇവിടെ വെച്ച് ഛായയുടെ മരണം സ്ഥിരീകരിച്ചു. 30 മിനിറ്റ് മുൻപ് ആശുപത്രിയിൽ എത്തിയിരുന്നെങ്കിൽ ഛായയെ രക്ഷിക്കാമായിരുന്നു എന്ന് അവരുടെ ഭർത്താവ് കൗശിക്കിനോട് ഡോക്ടർമാർ പറഞ്ഞു. 4 മണിക്കൂർ അസഹനീയമായ വേദന കാരണം ഛായ കഷ്ടപ്പെടുന്നത് താൻ കണ്ടു എന്ന് കൗശിക് പറഞ്ഞു. റോഡിൽ കുഴികൾ നിറഞ്ഞിരുന്നു. അത് അവൾക്ക് വളരെയധികം വേദനയുണ്ടാക്കി. അവൾ വേദന കാരണം നിലവിളിച്ചു കരഞ്ഞു. എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. പക്ഷേ ഞങ്ങൾ കുടുങ്ങിപ്പോയി. തെറ്റായ വശത്തുനിന്ന് വാഹനങ്ങൾ വന്നതിനാൽ ഗതാഗതക്കുരുക്ക് കൂടുതൽ വഷളായി. ഛായയുടെ അവസ്ഥ മോശമായതിനാലാണ് രാത്രി 7 മണിയോടെ ഹിന്ദുജ ആശുപത്രിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള മീര റോഡിലുള്ള ഓർബിറ്റ് ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിച്ചത്. പക്ഷേ വളരെ വൈകിയിരുന്നു, കൗശിക് പറഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തെളിവുകൾ ആവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. 2 ബൂത്തുകളിൽ വോട്ട് ചെയ്തെന്ന് പറയുന്ന ശകുൻ റാണി എന്ന സ്ത്രീയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ 2 തവണ വോട്ട് ചെയ്തു എന്ന രാഹുൽ ഗാന്ധിയുടെ വാദത്തിന് തെളിവ് നൽകാനാണ് കമ്മീഷന്റെ ആവശ്യം. തിരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അനുകൂലമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൊള്ള നടത്തിയെന്ന് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാനും പിന്തുണ നൽകാനുമായി കോൺഗ്രസ് വെബ്സൈറ്റ് ഇന്ന് ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നീക്കം. രാഹുൽ കാണിച്ചത് തെരഞ്ഞെടുപ്പ് രേഖയല്ലെന്നാണ് നോട്ടീസിൽ പറയുന്നത്. വോട്ട് ചോരി എന്ന പേരിലാണ് വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരുന്നു. പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്താനും ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് പുറത്തുവിടാനും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ചും നടത്തുന്നുണ്ട്. മുംബൈ. 9ാം ക്ലാസ്സിൽ ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് CBSE അംഗീകാരം നൽകിയതായി വിവരം. 2026-27 അധ്യയന വർഷം മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ഭാഷ, ഗണിതം, ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം തുടങ്ങിയ പ്രധാന വിഷയങ്ങൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷ അനുവദിക്കും. വിദ്യാർത്ഥികളിൽ പരീക്ഷാ സംബന്ധമായ സമ്മർദ്ദം ലഘൂകരിക്കാനാണ് ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് അംഗീകാരം നൽകിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023-ൽ CBSE പാഠ്യപദ്ധതി സമിതി ഓപ്പൺ ബുക്ക് പരീക്ഷ എന്ന ആശയം ആദ്യമായി വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത പൈലറ്റ് പ്രോജക്റ്റും നടത്തി. 9-10 ക്ലാസുകളിൽ ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം, 11-12 ക്ലാസുകളിൽ ഇംഗ്ലീഷ്, ഗണിതം, ബയോളജി എന്നീ വിഷയങ്ങളിലാണ് പരീക്ഷണം നടത്തിയത്. ഓപ്പൺ ബുക്ക് പരീക്ഷകൾക്കായി വിശദമായ ചട്ടക്കുരുക്കും മാർഗനിർദ്ദേശങ്ങളും മാതൃകാ ചോദ്യപേപ്പറുകളും CBSE നൽകും. തുടക്കത്തിൽ ഈ മൂല്യനിർണ്ണയം എല്ലാ സ്കൂളുകളിലും നിർബന്ധമാക്കാൻ സാധ്യതയില്ല. സ്കൂളുകൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയേക്കാം. തൃശൂർ കുന്നംകുളത്ത് കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയായ കണ്ണൂർ സ്വദേശി കുഞ്ഞിരാമൻ 81, കാർ യാത്രികയായ കുന്നംകുളം സ്വദേശി പുഷ്പ 52 എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടയിലാണ് കാർ ആംബുലൻസിൽ ഇടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാന് മുട്ടുകുത്തിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാംഗ്ലൂരിൽ നമ്മ മെട്രോ യെല്ലോ ലൈനും പുതിയ വന്ദേ ഭാരത് ട്രെയിനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ലോകം മുഴുവൻ ഇന്ത്യയുടെ പുതിയ മുഖം കണ്ടുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഇതാണ് ആദ്യമായി ഞാൻ ബാംഗ്ലൂരിൽ വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം വിജയിച്ചു കഴിഞ്ഞു. അതിർത്തിക്ക് പുറത്ത് നിരവധി കിലോമീറ്ററുകൾ അകലെയുള്ള തീവ്രവാദ ഒളിത്താവളങ്ങൾ നമ്മൾ നശിപ്പിച്ചു. തീവ്രവാദത്തെ സംരക്ഷിക്കുന്ന പാകിസ്ഥാനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മുട്ടുകുത്തിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിന് പിന്നിൽ പ്രതിരോധ മേഖലയിലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും പങ്കുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാംഗ്ലൂരിൽ നടന്ന നെക്സ്റ്റ് ജെ മൊബിലിറ്റി ഫോർ എ നെക്സ്റ്റ് ജെൻ സിറ്റി എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ബാംഗ്ലൂരിലെയും കർണാടകത്തിലെയും യുവാക്കൾ പ്രതിരോധ മേഖലയിലെ സാങ്കേതിക വിദ്യയുടെ വികാസത്തിന് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഡേറ്റിംഗിന് ക്ഷണിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി ഓസ്കർ പുരസ്കാര ജേതാവും ഹോളിവുഡ് നടിയുമായ എമ്മ തോംസൺ. UK മാധ്യമമായ ദ ടെലഗ്രാഫിനോടാണ് എമ്മ തോംസൺ ഇക്കാര്യം പറഞ്ഞത്. വിവാഹമോചനം നേടിയ ദിവസമാണ് ഡേറ്റിന് ട്രംപ് ക്ഷണിച്ചത്. അന്ന് ട്രംപിനൊപ്പം ഡേറ്റിന് പോയിരുന്നെങ്കിൽ അമേരിക്കയുടെ ചരിത്രം തന്നെ മാറിയേനെ എന്ന് അവർ തമാശയായി കൂട്ടിച്ചേർത്തു. ഞാൻ ഫോൺ എടുത്ത ഉടനെ തന്നെ ഡൊണാൾഡ് ട്രംപ് ആണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആദ്യം കരുതി തമാശയാണെന്ന്, പിന്നെ ചോദിച്ചു എന്താണ് വേണ്ടതെന്ന്. എൻ്റെ മനോഹരമായ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വന്ന് താമസിക്കണമെന്നും ഒരു അത്താഴമാകാമെന്നുമായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടത്. നോക്കിയിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ആ കോൾ ഞാൻ അവസാനിപ്പിച്ചു. എൻ്റെ വിവാഹമോചനം ഔദ്യോഗികമായി അംഗീകരിച്ച് ഉത്തരം പുറത്തുവന്നുവെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ട്രംപ് എന്നെ നിരീക്ഷിച്ചിരുന്നു. എൻ്റെ ഫോൺ നമ്പറും ട്രംപ് കണ്ടെത്തി. അത് സ്റ്റോക്കിംഗ് ആണ്. അന്ന് ട്രംപിനൊപ്പം ഡേറ്റിന് പോയിരുന്നെങ്കിൽ ഒരു കഥ പറയാനുണ്ടായേനെ. എനിക്ക് അമേരിക്കയുടെ ചരിത്രം തന്നെ മാറ്റാൻ സാധിച്ചേനെ എന്നവർ കൂട്ടിച്ചേർത്തു. ഹാരി പോട്ടർ സിനിമയിലെ പ്രൊഫസർ സിബിൽ ട്രെലവാണി എന്ന കഥാപാത്രത്തെ എമ്മ തോംസൺ അവതരിപ്പിച്ചിരുന്നു. വനിതകൾ സിനിമാ മേഖലയിലെ ഭാരവാഹികളായി വരട്ടെ എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ശ്വേത മേനോൻ വിജയിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ സമർത്ഥിയായ ഭാരവാഹിയായി മാറുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. പുരുഷന്മാർ ആധിപത്യം സ്ഥാപിച്ചാൽ പോരാ. താരസംഘടനയായ അമ്മയിൽ വനിതകൾ ആദ്യമായി ഇത്രയും മത്സരത്തിലേക്ക് വരുന്നതിനാലാണ് പ്രാധാന്യം നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമാ നയം 3 മാസത്തിനകം പുറത്തുവരുമെന്നും അതോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു. അമ്മ സംഘടനയ്ക്കകത്തുള്ള പ്രശ്നം അവർ തന്നെ ചർച്ച ചെയ്തു പരിഹരിക്കേണ്ടതാണ്. ശ്വേത മേനോനെതിരായ കേസ് നിലനിൽക്കില്ല. അങ്ങനെയുള്ള കുറ്റം അവർ ചെയ്തിട്ടില്ല. അവർ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയത് ഇഷ്ടമില്ലാത്തവർ അവരെ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്തതാവാമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. ഷാർജയിലെ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സതീഷ് പിടിയിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീഷ് പിടിയിലായത്. അതുല്യയുടെ മരണത്തിൽ കൊല്ലത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ സതീഷിനെ കസ്റ്റഡിയിലെടുത്തത്. ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ സതീഷിനെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് വലിയതുര പോലീസിന് കൈമാറി. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് തീപിടിച്ചു. ബസ് പൂർണ്ണമായും കത്തിരശിച്ചു. പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന സന എന്ന ബസ്സാണ് കത്തിയത്. പുക ഉയർന്നത് കണ്ടപ്പോൾ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയ അപകടമൊഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ബസ്സിനൊരു മിസ്സിംഗ് വന്നപ്പോൾ നിർത്തിയിട്ട് പരിശോധിക്കുന്ന സമയത്താണ് പുകയുയരുന്നത് കണ്ടതെന്ന് ഡ്രൈവറായ അബ്ദുൾ ഖാദർ പറഞ്ഞു. അപ്പോഴേക്കും ഓട്ടോമാറ്റിക് ഡോർ ലോക്കാകുകയും ചെയ്തു. ഡോർ ചവിട്ടി തുറന്നാണ് യാത്രക്കാരെ പുറത്തിറക്കിയത്. അപ്പോഴേക്കും തീ ആളിക്കത്തിയെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു. മാള സഹകരണ ബാങ്കിൽ 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് 21 പേരെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. മാള സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ മുൻ പ്രസിഡന്റും 20 ഭരണസമിതി അംഗങ്ങളും 2006 ഒക്ടോബർ മുതൽ 2024 ഫെബ്രുവരി വരെയുള്ള ദിവസങ്ങളിലായി വിലയില്ലാത്ത ഭൂമികൾ ക്രമക്കേട് നടത്തി ബാങ്കിൽ പണയപ്പെടുത്തി 10,07,69,991 രൂപ വായ്പയെ വാങ്ങുകയും തിരിച്ചടയ്ക്കാതെ തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തത്. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുരുവിലശ്ശേരി വലിയപറമ്പ് സ്വദേശി അതിയാരത്തെ വീട്ടിൽ രാധാകൃഷ്ണൻ, ഡയറക്ടർ ബോർഡിലെ മെമ്പർമാരായിരുന്ന അബ്ദുള്ളക്കുട്ടി, ബിന്ദു പ്രദീപ്, ജെയ്സൺ വർഗീസ്, ജിമ്മി ജോയ്, ജോഷി പെരപ്പാടൻ, കൃഷ്ണൻകുട്ടി ടി പി, നിയാസ്, PC ഗോപി, PK ഗാപ്പി, പോൾസൺ ഓളാട്ടുപുരം, പ്രീജ ഉണ്ണികൃഷ്ണൻ, ഷിൻഡോ എടാട്ടുകാരൻ, സിന്ധു അശോകൻ, തോമസ് പഞ്ഞുക്കാരൻ, വിജയക്കുറുപ്പ, വിൽസൺ കാഞ്ഞൂത്തറ, ബൈജു വാണിയമ്പഴി, ജോർജ് PI, ജോയ് MJ എന്നീ 21 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. മാള സഹകരണ ബാങ്ക് കാലങ്ങളായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരിക്കുന്നത്. ക്രമക്കേടുകൾ സംബന്ധിച്ച് നേരത്തെ വിജിലൻസ് അന്വേഷണവും നടന്നിരുന്നു. നിക്ഷേപകർക്ക് നിലവിൽ പണം കിട്ടുന്നില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട DYSP സുരേഷ് KGയും മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിവിയും സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത്. വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പ് ഉപയോഗിച്ച് മട്ടന്നൂർ സ്വദേശികളായ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 4 കോടിയിലധികം രൂപ തട്ടിയ പ്രതികൾ ചെന്നൈയിൽ നിന്ന് പിടിയിൽ. തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശി മെഹബൂബും എറണാകുളം സ്വദേശി റിജാസുമാണ് കണ്ണൂർ സൈബർ പോലീസിന്റെ പിടിയിൽ. അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 4.43 കോടി രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്.
2 മാസം മുമ്പ് അപ്സ്റ്റോക്ക് എന്ന വെരിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷന്റെ വ്യാജ പതിപ്പുമായാണ് പ്രതികൾ സമീപിച്ചത്. അംഗീകൃതമായ സ്റ്റോക്ക് വാങ്ങുന്നവരാണെങ്കിൽ പകുതി വിലയ്ക്ക് ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഡോക്ടർമാരായ ഭർത്താവിന്റെയും ഭാര്യയുടെയും 3 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പ്രതികളുടെ 20 അക്കൗണ്ടുകളിലേക്ക് 4.43 ലക്ഷം മാറ്റുകയായിരുന്നു. പിന്നീട് 7 കോടിയോളം ആവശ്യപ്പെട്ടതോടെയാണ് ഡോക്ടർ ദമ്പതികൾക്ക് സംശയം തോന്നിയത്. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട സംഘം കൂടുതൽ പേരെ ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് സൂചന നൽകി. കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തട്ടിപ്പ് സംഘത്തിലെ മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്ത്യയ്ക്ക് മേൽ കനത്ത താരിഫ് ചുമത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ വിമർശിച്ചു മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. ഇന്ത്യയ്ക്കെതിരെയുള്ള താരിഫുകൾ US-ന് മോശം ഫലമായിരിക്കും ഉണ്ടാക്കുകയെന്ന് ജോൺ ബോൾട്ടൺ മുന്നറിയിപ്പ് നൽകി. താരിഫ് നീക്കം തിരിച്ചടിച്ചുവെന്നും ചൈനയെ ഒഴിവാക്കുന്നതിനൊപ്പം ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയെന്നും US ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ എണ്ണ വാങ്ങിയതിന് ഇന്ത്യയ്ക്ക് മേൽ കനത്ത തീരു ചുമത്തിയ വഴി ട്രംപ് ഇന്ത്യയെക്കാളും ചൈനയെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ബോൾട്ടൺ ആരോപിക്കുന്നത്. ഏപ്രിലിൽ ചൈനയുമായി ഒരു ചെറിയ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ട്രംപ് പിന്നീട് ഒരു കരാറുണ്ടാകുന്നതുവരെ സംഘർഷം ഒഴിവാക്കി. അതേസമയം യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുവെന്ന് അവകാശപ്പെട്ടതിന് 25% ഇരട്ട ചുങ്കുൾപ്പെടെ 50%-ലധികം തീരുവകൾ ഇന്ത്യയ്ക്കുമേൽ ചുമത്തുകയുമായിരുന്നു. റഷ്യയെ ദോഷകരമായി ബാധിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇരട്ട ചുങ്ക് ഇന്ത്യയെ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുപ്പിക്കുമെന്നും ഒരുപക്ഷെ അവരെ US-നെതിരെ ചർച്ചകൾ നടത്താൻ പ്രേരിപ്പിക്കുമെന്നും CNN-നോട് സംസാരിക്കവെ ബോൾട്ടൺ വ്യക്തമാക്കി. ചൈനയോടുള്ള ട്രംപിന്റെ ദയയും ഇന്ത്യയ്ക്കുമേലുള്ള കനത്ത തീരുവകളും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയെ അകറ്റാനുള്ള പതിറ്റാണ്ടുകളായുള്ള അമേരിക്കൻ ശ്രമങ്ങളെ അപകടത്തിലാകുമെന്നും ബോൾട്ടൺ പറഞ്ഞു. ഒരു അഭിമുഖത്തിൽ ചൈനയോടുള്ള ട്രംപിന്റെ സൗമ്യ നിലപാട് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ഒരു കരാറിനുള്ള ആവേശം അമേരിക്കയുടെ തന്ത്രപരമായ താൽപര്യങ്ങളെ ബലികഴിക്കുന്നതായി കാണാമെന്നും ബോൾട്ടൺ വ്യക്തമാക്കി. ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയതിനേക്കാളും കൂടുതൽ ഇളവ് താരിഫ് നിരക്കുകളിലും മറ്റും US ചൈനയോട് കാണിച്ചാൽ അത് വലിയൊരു തെറ്റായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യയ്ക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് മറുപടിയായി പകരം തീരുവ ചുമത്താനുമ എന്ന നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്തേക്കാം. ഇന്ത്യയ്ക്ക് 50% തീരുവ ചുമത്തിയതിന് പകരം നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് പാർലമെന്റിൽ MPമാർ നോട്ടീസ് നൽകും. ഇന്ത്യ പകരം തീരുവ പ്രഖ്യാപിക്കാത്തത് ദൗർബല്യമായി വ്യാഖ്യാനിക്കുമെന്നും BJPയിൽ അഭിപ്രായമുയരുന്നുണ്ട്. അതേസമയം അമേരിക്ക-റഷ്യ ചർച്ചയ്ക്ക് ഇന്ത്യ പിന്തുണയ്ക്കുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഇന്ത്യ കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ നടക്കുന്ന കൂടായ്ക്കാഴ്ചത്തിനായി അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഇന്ത്യ അറിയിച്ചത്. യുക്രൈനിൽ നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സമാധാനത്തിനുള്ള സാധ്യതയും തുറക്കുന്നതിനുമുള്ള ഉറപ്പും സാധ്യതയുമാണ് ഈ കൂടായ്ക്ക നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ പറഞ്ഞു. വെഞ്ഞാറമൂട് കാർ മതിലിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർക്ക് ഗുരുതര പരിക്ക്. മൂകാംബിക ദർശനം കഴിഞ്ഞു വന്ന പോത്തൻകോട് അണ്ടൂർകോണം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു പുരുഷനും 4 സ്ത്രീകളും ഉൾപ്പെടെ 5 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി കാർ വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരവും 4 പേരുടെ നില ഗുരുതരവുമാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഇന്ന് ഉച്ചയോടെ നടന്ന കാർ അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അമിതവേഗത്തിൽ നിയന്ത്രണം വിട്ടെത്തിയ കാറ് നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവേഴ്സ് ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലേക്കും കാറിടിച്ചു. വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുദത്ത് കാർ ഓടിച്ചിരുന്നത്. യുവാവിന്റെ ബന്ധുവും കാറിലുണ്ടായിരുന്നു. ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ ചവിട്ടിയതാണ് അപകട കാരണമെന്ന് RTO അജിത് കുമാർ വ്യക്തമാക്കി. ഇന്ന് 12:30-യോടെയാണ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ അപകടമുണ്ടായത്. തൊട്ടടുത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറെയും സ്ത്രീയെയും ഇടിച്ചു തെറിപ്പിച്ച കാറ് മറ്റുള്ളവരെയും ഇടിച്ചിട്ടു. പരിക്കേറ്റ 5 പേരിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഒഴികെ മറ്റു 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. കാലുകൾക്കും തലയ്ക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുദത്തും അമ്മാവനുമാണ് കാറിലുണ്ടായിരുന്നത്. കാറിന് യന്ത്രത്തകരാറൊന്നുമില്ലെന്നും RTO വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണുദത്തിന് 2019-ൽ ലൈസൻസ് ലഭിച്ചിരുന്നു. ഗതാഗത കമ്മീഷണർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് അപകടമുണ്ടായത്. വാഹനം ഓടിച്ച വിഷ്ണുദത്തും ഒപ്പമുണ്ടായിരുന്ന വിജയനും ലൈസൻസ് റദ്ദാക്കും. കാർ ഓടിച്ചു പഠിക്കുന്നതിനു വേണ്ടിയാണ് തിരക്കുള്ള നഗരത്തിലേക്ക് വിഷ്ണുദത്ത് കാറുമായി എത്തിയതും ദുരന്തത്തിൽ കലാശിച്ചതും.